ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മൾ തൊടിയിലുള്ള ചേനയാണ് കേട്ടോ. ചേന മാത്രമല്ല, അവിടെ കിഴങ്ങുണ്ട്, അപ്പുറത്ത് കൂവുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താട്ടോ ഇതിനെയൊക്കെ നട്ടു വളർത്തുക. അപ്പോൾ ചേന ഞാൻ അത് പറിക്കണതും പിന്നെ അത് എങ്ങനെ വിത്തിന് നിർത്തുക എന്നുള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും. പിന്നെ അങ്ങനെ നമ്മൾ ഇപ്പുറത്തൊക്കെ നമ്മൾ കപ്പ കേട്ടോ. ഇവിടെ അങ്ങനെ നമ്മൾ ഇഞ്ചിയൊക്കെ പാവിയിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചിയുടെ വിത്ത് പാവിയിട്ട് ഇനി അത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കൂർക്കൊക്കെ തൈ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തൈ തല നുള്ളിയിട്ട് വെക്കും കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ഇവിടെ ഇഞ്ചി പാവി ഇറക്കുകയാണ്. അപ്പോൾ എന്തിനും പ്രധാനപ്പെട്ടൊരു കാര്യം കാണിക്കാൻ വന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ചേന, അതുപോലെ കൂവ, ഇവിടെ കിഴങ്ങ്, നാട്ടക്കിഴങ്ങ് എന്നൊക്കെ പറയട്ടോ. ആ ഒരു കിഴങ്ങാണ് ഇത്. ഇതിന് ഇങ്ങനെ ഓരോ കോല് തറച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോല് തറച്ചിട്ട് ഇങ്ങനെ ഉയരത്തിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കയറി പിടിക്കും. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടൊരു സംഭവം കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ അവിടെ വളക്കുഴിയാണ് കേട്ടോ. അതായത് പയ്യൻ്റെ വളം ഇങ്ങനെ പോകണത്, പയ്യൻ്റെ വളം ഇങ്ങനെ ഒഴുക്കി വിടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് മുമ്പിലായിട്ട് കണ്ടില്ലേ നമ്മൾ ഗംഗാമോണ്ടം തെങ്ങ് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഉണ്ടായിരുന്നില്ലേ. അപ്പം നമ്മളിത് 3 വർഷം കൊണ്ട് കായ്ക്കും കൊണ്ട് വാങ്ങിയ തൈയാണ്. 3 വർഷം കേട്ടോ, 4-5 വർഷമൊക്കെ ആയി ഇപ്പോൾ. അപ്പുറത്തും ഉണ്ടാവും കേട്ടതുണ്ട്. അപ്പോൾ ഇതിന് നല്ല പശുമ കണ്ടിട്ടതാണ്. നമ്മൾ ബാക്കിൽ പശുവിൻ്റെ തൊഴുത്തു നിന്ന് വരുന്ന ചാണകം കേട്ടത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഇത് കാണിച്ചത്. നമ്മളിവിടെ ചേനയും അതിൻ്റെ അടുത്തായിട്ടോ ഇത് നിൽക്കണത്. ഇവിടെ മുരിങ്ങ മരം, അതിന് നിറയെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട് മുരിങ്ങക്കായ. വേണ്ട മുരിങ്ങക്കായ നിറയെ ഉണ്ട് കേട്ടോ. മുരിങ്ങക്കായ നമ്മൾ കുറേയൊക്കെ പറിച്ച് വിറ്റു കേട്ടോ, കടയിൽ കൊണ്ടായിട്ട് വിറ്റു. ഇതാദ്യം കായ്ച്ചിട്ട് പിന്നെ രണ്ടാമത് കായൊക്കെ മാറിയ ശേഷം പിന്നെയും രണ്ടാമത് ഇടയിൽ മഴയൊക്കെ പെയ്തില്ല. ഇപ്പോൾ കുറച്ച് മഴ കമ്മിയായി, അതിന് ശേഷം ഉണ്ടായതാണ് കേട്ടോ ഈ മുരിങ്ങക്കായ. പിന്നെ അത് നമ്മളുടെ കറിവേപ്പന്മാരാണ് കേട്ടോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ പന്നിയുടെ ശല്യം കൂടുതലാണ്. അപ്പോൾ പന്നിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ അപ്പുറത്ത് 4 പുറം ഇങ്ങനെ മറച്ചിരിക്കുക കേട്ടോ. ഷീറ്റും കൊണ്ടും സാരി കൊണ്ടും അങ്ങനെ മറച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ട് പന്നിയുടെ ശല്യം ഇപ്പം ഇങ്ങനെ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് കെട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പന്നിശല്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ കൂവ, ചേന, കിഴങ്ങ് അതൊക്കെ നട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പന്നികൾക്ക് ചേന, കൂവ ഇത് മാത്രമല്ല കേട്ടോ. അവർ പ്ലാവിൻ്റെ തെയ്യുണ്ടല്ലോ, അതിൻ്റെ അടിഭാഗം മൊത്തം തിന്നുണ്ട് കേട്ടോ. ഈ ചെറുതായിട്ട് മുളച്ച് വന്നാൽ അതിൻ്റെയും കൂടി തിന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി വെറുതെ വിടണില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് മറിച്ചിരിക്കുന്നത്. ഷീറ്റും അതുപോലെ ചാക്കുമായിട്ട് ഇങ്ങനെ മറിച്ചിരിക്കുകയാണ് കേട്ടോ. അവരെന്തെങ്കിലും ഒരു മറവ് കണ്ടാൽ അവരങ്ങനെ വരില്ല കേട്ടോ. ഒരു സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടുമ്പോഴേക്കും സൗണ്ട് വരുമല്ലോ. അപ്പോൾ ആ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് പേടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മറിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല സേഫായിട്ട് കേട്ടോ നമ്മൾ ചേനയും കൂവയും അതുപോലെ ഇഞ്ചി, കിഴങ്ങ് ഇതൊക്കെ നട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.